വയനാട് ദുരന്ത നിവാരണ ഫണ്ട് വകമാറ്റി. ഫണ്ട് ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് 6 ലാപ്ടോപ്പുകളും ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനും വാങ്ങി. മുൻകരുതൽ ശേഷി വികസന ഫണ്ടിൽ നിന്നാണ് വകമാറ്റൽ. വകമാറ്റലിന്റെ രേഖകൾ 24-ന് അജ്മൽ ദിറാർ വീണ്ടും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, ഗുഡ് ഈവനിങ് അഗെയിൻ. വളരെ കഷ്ടമാണ്, കാരണം വയനാട് ദുരന്ത നിവാരണ ഫണ്ട് അത് വകമാറ്റി ഉപയോഗിക്കുന്നു. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് 6 ലാപ്ടോപ്പുകളും ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനും വാങ്ങാനാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രേഖകൾ പ്രകാരം എന്താണ് നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, ഈ പറഞ്ഞതുപോലെ വയനാട് ദുരന്തമുണ്ടായതിനു പിന്നാലെ വയനാട്ടിലെ ദുരന്തത്തിലകപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിനും അവരുടെ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ഫണ്ടിന്റെ പേരിൽ പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ധാരാളം തുക ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായി സർക്കാർ ആദ്യഘട്ട ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF ശക്തമായി ആരോപിച്ചിരുന്നത് വയനാട് പുനർനിർമ്മാണത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് പൂർണ്ണമായി വയനാട്ടിൽ ചിലവഴിച്ചിട്ടില്ല എന്നായിരുന്നു. അതുകൊണ്ടാണ് വയനാട്ടിലെ പുനരധിവാസത്തിൽ അലംഭാവം ഉണ്ടായതും കാലതാമസം സംഭവിച്ചതെന്നായിരുന്നു. എന്നാൽ അത് ശരിവെക്കും വിധത്തിലാണ് ഇപ്പോൾ രേഖകൾ പുറത്തു വരുന്നത്. വയനാട് ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനും പിരിച്ച തുകയിൽ നിന്നും വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള രേഖകൾ പുറത്തു വരുന്നു. ആ രേഖകളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിട്ടുള്ളത്. ഈ രേഖകൾ പറയുന്നത് പ്രകാരം ആ തുകയിൽ നിന്നും ഈ മുൻകരുതൽ തുകയായി വയനാട് പുനരധിവാസ ഫണ്ടിൽ നിന്ന് മാറ്റിയിട്ടുള്ള മുൻകരുതൽ തുകയിൽ നിന്നും ഒരു വലിയ തുക ഈ സെക്രട്ടേറിയറ്റിലേക്ക് 6 ലാപ്ടോപ്പുകളും ഒരു ഫോട്ടോ സ്റ്റാറ്റ് മെഷീനും വാങ്ങുന്നതിന് വേണ്ടി സർക്കാർ ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ മുൻ LDF സർക്കാരിന്റെ കാലത്ത് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു വലിയ തുക ഇതിനായി ചിലവഴിച്ചിട്ടുള്ളത് എന്നാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഈ തുകയുടെ ചിലവഴിക്കലിനായി ഒരു മാർഗനിർദ്ദേശം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ വയനാട് ഇത്തരം സംസ്ഥാന ദുരന്ത പുനരധിവാസങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചിലവഴിക്കുമ്പോൾ അതിന് മുൻകരുതൽ തുകയായി ശേഖരിച്ചിരിക്കുന്ന തുക ആ പ്രദേശത്തുള്ള ഈ കാലാവസ്ഥ പുതിയ മുൻകരുതൽ മെഷീനുകളും അതോടൊപ്പം തന്നെ പുതിയ മുൻകരുതൽ സ്ഥാപനങ്ങളുമൊക്കെ, അതായത് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെ ഫണ്ടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പരിശീലനം നൽകുവാൻ, എങ്ങനെയാണ് ഒരു ദുരന്തത്തെ നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പരിശീലനം നൽകാനും ഒക്കെ ചിലവഴിക്കേണ്ടത്. അങ്ങനെ കൃത്യമായ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഈ വകയിരുത്തിയ തുകയ്ക്ക് കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശിക്കുമ്പോൾ ആ മാനദണ്ഡങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിയാണ് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ലാപ്ടോപ്പുകളും അതോടൊപ്പം തന്നെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനും ഒക്കെ വാങ്ങാൻ സർക്കാർ ചിലവഴിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. ഏതായാലും UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെ ശരിവെക്കും വിധത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ക്രിസ്റ്റീന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.